പുറപ്പാട് 6-ാം അധ്യായം. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഫറവോയോട് എന്തു ചെയ്യുമെന്ന് നീ ഇപ്പോൾ കാണും. എന്തെന്നാൽ ശക്തമായ കരം മൂലമായിരിക്കും അവൻ അവരെ വിട്ടയക്കുന്നത്. ശക്തമായ കരം മൂലമായിരിക്കും അവൻ തൻ്റെ ദേശത്ത് നിന്ന് അവരെ പുറത്താക്കുന്നത്. ദൈവം മോശയോട് സംസാരിച്ചു. അവിടുന്ന് അവനോട് അരുൾ ചെയ്തു, ഞാനാണ് കർത്താവ്. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ തമ്പുരാൻ ആയി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് എന്ന എൻ്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല. എങ്കിലും അവർ തത്കാലവാസം നടത്തിയിരുന്ന പ്രവാസഭൂമിയായ കാനാൻ ദേശം അവർക്ക് നൽകേണ്ടതിന് അവരുമായി എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിച്ചിരുന്നു. മാത്രമല്ല, ഈജിപ്തുകാർ അടിമകളായിരിക്കുന്ന ഇസ്രായേല്യരുടെ ദീനരോദനം ഞാൻ കേൾക്കുകയും എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ നീ ഇസ്രായേല്യരോട് പറയുക, ഞാനാണ് കർത്താവ്. ഈജിപ്തുകാരുടെ അധ്വാനത്തിൻ കീഴിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും. അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നീട്ടിയ ഭുജം കൊണ്ടും കഠിനമായ ന്യായവിധി കൊണ്ടും നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ ഒരു ജനമായി സ്വന്തമാക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവമായി തീരും. ഈജിപ്തുകാരുടെ അധ്വാനത്തിൻ കീഴിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നവനായ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകേണ്ടതിനായി ഞാൻ ശപഥം ചെയ്തിരുന്ന ദേശത്തേക്ക് നിങ്ങളെ ഞാൻ ആനയിക്കും. അത് നിങ്ങൾക്ക് അവകാശമായി നൽകും. ഞാൻ കർത്താവാണ്. ഇസ്രായേല്യരോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും ക്ഷിപ്രകോപം മൂലവും കഠിനവേല മൂലവും അവർ മോശയെ ഗൗനിച്ചില്ല. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, ഇസ്രായേല്യരെ തൻ്റെ നാട്ടിൽ നിന്ന് വിട്ടയക്കേണ്ടതിന് നീ പോയി ഈജിപ്തു രാജാവായ ഫറവോയോട് സംസാരിക്കുക. മോശ കർത്താവിൻ്റെ മുമ്പാകെ ഇപ്രകാരം ഉണർത്തിച്ചു, നോക്കൂ, ഇസ്രായേല്യർ എന്നെ ഗൗനിക്കുന്നില്ല. പിന്നെങ്ങനെ ഫറവോ എന്നെ കേൾക്കും? പോരെങ്കിൽ ഞാൻ സംസാര തടസ്സമുള്ളവനുമാണ്. കർത്താവ് മോശയോടും അഹറോനോടും സംസാരിക്കുകയും ഇസ്രായേല്യരെ ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഇസ്രായേല്യരോടും ഈജിപ്ത് രാജാവായ ഫറവോയോടും സംസാരിക്കാൻ അവരെ അനുശാസിക്കുകയും ചെയ്തു. അവരുടെ പിതൃകുടുംബത്തലവന്മാർ ഇവരാണ്: ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബൻ്റെ മക്കളായ ഹനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി എന്നിവരാണ് റൂബൻ കുടുംബങ്ങൾ. ശിമയോൻ്റെ മക്കളായ യമുവേൽ, യാമീൻ, ഓഹദ്, യാക്കീൻ, സോഹാർ, കാനാൻകാരിയുടെ മകൻ ഷാവൂൽ എന്നിവരാണ് ശിമയോൻ കുടുംബങ്ങൾ. തങ്ങളുടെ തലമുറകളനുസരിച്ച് ലേവ്യരുടെ പേരുകൾ ഇവയാണ്: ഗർഷോൻ, കൊഹാത്ത്, മെറാറി. ലേവിയുടെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. ഗർഷോന്യർ തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് ലിബ്നിയും ഷിമേയിയും. കൊഹാത്യർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ എന്നിവർ. കൊഹാത്തിൻ്റെ ആയുഷ്കാലം 133 വർഷമായിരുന്നു. മൊറാര്യർ മഹ്ലിയും മൂഷിയും. തങ്ങളുടെ തലമുറയനുസരിച്ച് ലേവായ കുടുംബങ്ങൾ ഇവയാണ്: അമ്രാം തൻ്റെ പിതൃസഹോദരിയായ യോക്കെബദിനെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവനു വേണ്ടി അഹറോൻ, മോശ എന്നിവരെ പ്രസവിച്ചു. അമ്രാമിൻ്റെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. ഇസഹാര്യർ കോറഹ്, നെഫഗ്, സിക്രി എന്നിവർ. ഉസിയേല്യർ മിഷായേൽ, എൽസാഫാൻ, സിത്രി എന്നിവർ. അഹറോൻ അമ്മിനാദാബിൻ്റെ പുത്രിയും നഹ്ഷോൻ്റെ സഹോദരിയുമായ എലിഷേബായെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവനു വേണ്ടി നാദാബ്, അബീഹു, എലയാസർ, ഇത്താമാർ എന്നിവരെ പ്രസവിച്ചു. കോറഹ്യർ അസീർ, എൽക്കാന, അബിയാസാഫ്. ഇവരാണ് കോറഹ്യ കുടുംബങ്ങൾ. അഹറോൻ്റെ പുത്രനായ എലയാസർ
പുത്തിയേലിൻ്റെ പുത്രിമാരിൽ ഒരുവളെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവനു വേണ്ടി ഫിനേഹാസിനെ പ്രസവിച്ചു. ഇവരാണ് തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് ലേവ്യരുടെ പൂർവിക തലവന്മാർ. ഈ അഹ്റോനോടും മോശയോടുമാണ് ഈജിപ്ത് രാജ്യത്ത് നിന്ന് ഇസ്രായേല്യരെ അണിയണിയായി നിങ്ങൾ പുറത്തു കൊണ്ടുവരുവിൻ എന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നത്. ഇസ്രായേല്യരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈജിപ്ത് രാജാവായ ഫറവോയോട് സംസാരിച്ചത് ഈ അഹ്റോനും മോശയും തന്നെയാണ്. കർത്താവ് മോശയോട് ഈജിപ്ത് ദേശത്ത് വെച്ച് സംസാരിച്ച ദിവസം സംഭവിച്ചത് ഇതാണ്. കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഞാൻ കർത്താവാണ്. നിന്നോട് ഞാൻ സംസാരിക്കുന്നതെല്ലാം ഈജിപ്ത് രാജാവായ ഫറവോയോട് നീ സംസാരിക്കുക. മോശ കർത്താവിൻ്റെ മുമ്പാകെ ഉണർത്തിച്ചു: നോക്കൂ, ഞാൻ സംസാര തടസ്സമുള്ളവനാണ്. പിന്നെങ്ങനെ ഫറവോ എന്നെ ശ്രവിക്കും?